ലാൽ സലാം. വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം എന്ന ചിത്രത്തിൻ്റെ തിരക്ക് ഒന്ന് കണ്ടു നോക്കുക. എറണാകുളം കവിതയിലെയാണ് ഇന്നലെ നമ്മളൊരു തിരക്കിട്ടു. അതിന് മുകളിലാണ് വീണ്ടും തിരക്ക് നമുക്ക് കാണാനുള്ളത്. ഒട്ടുമിക്ക ഷോകളും എന്നല്ല, എല്ലാ ഷോകളും ഹൗസ്ഫുൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷമുള്ള ഷോകളെല്ലാം തന്നെ ടിക്കറ്റ് കിട്ടാനില്ല. രാത്രി 11:59 ഇനിയൊരു ഷോയുണ്ട്. ആ ഷോയും അമ്മാതിരി ഒരു തിരക്കാണെന്ന് പറയാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നേക്കാം. ഇവിടെ ഇന്നലെ രാത്രിയിലെടുത്തൊരു ഇതാണ്, ഹൗസ്ഫുള്ളാണ്. അതിനിടയിൽ വിസ്മയ മോഹൻലാൽ തിയേറ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു, ആൻ്റണി പെരുമ്പാവൂരുമൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു കാഴ്ച കൂടി നമുക്ക് ഇതിനിടയിലൊന്ന് കാണാം. ഈ സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ആളുകൾ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ആൻ്റണിയും അതേപോലെ വിസ്മയയും അതേപോലെ സുചിത്ര ചേച്ചിയുമൊക്കെ ആയിട്ട് സിനിമയ്ക്ക് പോകുന്ന അല്ലെങ്കിൽ സിനിമ കാണാനായിട്ട് കവിതയിലേക്ക് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. എറണാകുളത്തെ ഏറ്റവും വലിയ തിയേറ്റർ എന്ന് മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും വലിയ തിയേറ്ററാണ്. ഇവിടുത്തെ തിരക്ക് നോക്കാം. ഇതിനോടകം തന്നെ റെക്കോർഡ് വേഗത്തിൽ 10 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കടന്നിരിക്കുകയാണ് ഈ ഒരു സിനിമ. സാധാരണഗതിയിൽ മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയവരുടെ സിനിമയ്ക്കാണ് ഇത്രയും തിരക്കുകൾ വരുന്നതെങ്കിൽ ഇക്കുറി അത് വിസ്മയ അങ്ങ് തൂക്കുന്ന കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു. അതായത് കവിത, EVM കവിത ഡോൾബി 7.1 തിയേറ്റർ എറണാകുളത്തെ മാത്രമല്ല, നമ്മൾ വീണ്ടും പറയുന്നു, ഒരു സ്ഥിരമായി മോഹൻലാൽ സിനിമകളുടെ കുത്തുക എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ പണ്ട് കാലഘട്ടങ്ങളിൽ ഇവിടെ ഒരു സിനിമ 100 ദിവസം ഓടിക്കഴിഞ്ഞാൽ അതൊരു വമ്പൻ ഹിറ്റായിരുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ സൂപ്പർ മെഗാ ഹിറ്റ് എന്നുള്ളതാണ്. 50 ദിവസമൊക്കെ തയ്ക്കാനേ ഇവിടെ സിനിമയ്ക്ക് കഴിയുള്ളൂ. കാരണം ഇത്രത്തോളം സീറ്റുകളുള്ള തിയേറ്റർ ആയതുകൊണ്ട് തന്നെ. എന്തായാലും ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി 50ഉം 100ഉം 200ഉം കോടിയുടെ പിറകെയായി സിനിമയുടെ വിജയങ്ങളെങ്കിൽ ഒരു കാലഘട്ടത്തിൽ നേരെ തിരിച്ചായിരുന്നു, ലോങ് റൺ ആയിരുന്നു. എന്തായാലും വിസ്മയുടെ ഈ ഒരു സിനിമയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ എല്ലാത്തരം പ്രേക്ഷകരെയും വലിയ രീതിയിൽ ഇഷ്ടപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിതിനകത്തിലൂടെ കാണാനുള്ളത്. രാത്രി നമുക്ക് ഷോക്ക് ടൈമാണ്. ഉച്ചയ്ക്ക് 12 മണി, 3 മണി, 6 മണി, 9, അത് കഴിഞ്ഞ് രാത്രി 11:59 സമയങ്ങളിലായിട്ടുള്ള ഷോകളാണ് ഇവിടെ ഉള്ളത്. പാർക്കിംഗ് ഒക്കെ കാണുമ്പോൾ അറിയാം നമുക്ക് ഒട്ടും, അതായത് ഈ ഒരു രാത്രി 9:15 ഷോയ്ക്ക് ആളുകൾ നടന്നു വരുന്ന, അല്ലെങ്കിൽ ആളുകൾ അകത്തോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒട്ടുമിക്ക ആളുകളും ഇതിനകത്തിൽ കയറിക്കഴിഞ്ഞു. അതിന് തൊട്ട് പിന്നാലെ ആണ് ബാക്കി ഇനിയും ആളുകൾ ഫുള്ളാകാനുള്ളത്. അവർ വന്നുകൊണ്ടിരിക്കുന്നു. ഹൗസ്ഫുൾ ബോർഡുകൾ നമുക്കിവിടെ കാണാം. എറണാകുളത്ത് ഇന്നലെ വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയായിരുന്നു. എറണാകുളത്ത് ഒരുപാട് തിയേറ്ററുകളിൽ ഈ സിനിമയുണ്ട്. എന്തായാലും ഈ കാഴ്ച കണ്ട് ആസ്വദിക്കുക. വീഡിയോസ് ഇഷ്ടമായെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യുക. മൈ നമ്പർ ഈസ് 22